ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്ന CJP പ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവരാണ്. അവർ ആവശ്യപ്പെട്ടത്, ഈ മന്ത്രിതല ചർച്ചയിൽ ആവശ്യപ്പെട്ടത് 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടി ഉണ്ടാകരുത്. മരിച്ച കുട്ടികളുടെ, അതായത് 20-ലേറെ കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകണം. അപ്പോൾ ഈ തീരുമാനപ്രകാരമാണെങ്കിൽ, ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നഷ്ടപരിഹാരവും FIR-ഉം അത് പിൻവലിക്കുന്നതും അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ തട്ടി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വീണ്ടും ചർച്ചകൾ തുടരും, രാജി വരെ അതേസമയം സമരം തുടരും എന്നുകൂടിയാണ് CJP പ്രതിനിധികൾ പറയുന്നത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, അപ്പോൾ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമാകാതെ പോകുന്നത്. അത് എങ്ങനെ പരിഗണിക്കാമെന്നാണ് വിദ്യാർത്ഥികളോട്, ഈ CJP പ്രതിനിധികളോട് കേന്ദ്ര സർക്കാരിൻ്റെ 2 മന്ത്രിമാർ പറഞ്ഞത്, വിശദീകരിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാളെ തീരുമാനം അറിയിക്കാമെന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതായത് CJP നേതാക്കളെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുവരെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ അതിലൊരു ചർച്ചയില്ല എന്ന നിലപാടിൽ നിന്ന് കേന്ദ്രം അല്പം ഭയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഉച്ചവരെ ഇതിന് സമയം തേടിയിരിക്കുന്നത്. ഈ CJP പ്രവർത്തകരോട് നാളെ ഉച്ചയ്ക്ക് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം, ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത് വളരെ വലിയൊരു കാര്യമാണ്, ഇപ്പോൾ ഡെവലപ്മെന്റാണ് നടന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാടായിരുന്നു കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം. കോൺഗ്രസ് നേതാക്കളോടും സംസാരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നത് രാഷ്ട്രീയ ആവശ്യമാണ്, അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. CJP നേതാക്കൾ ഇപ്പോൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാളെ തീരുമാനം അറിയിക്കാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ 2 കേന്ദ്രമന്ത്രിമാരും വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. ചുരുങ്ങിയ പക്ഷം ഈ രാജി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു ചർച്ച നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ ചർച്ചകൾക്ക് ശേഷം 2 കേന്ദ്രമന്ത്രിമാരും പോയത്. അതായത് വളരെ നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച നടത്താനുണ്ടായിട്ടുള്ള ഈ സാഹചര്യം ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ ആവശ്യമാണ്. അത് പാർലമെന്റിൽ പ്രതിപക്ഷ മുന്നണി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പുറത്ത് CJPയുടെ സമരം. അപ്പോൾ അക്കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമോ, അതല്ല മറ്റേതെങ്കിലും ധർമ്മേന്ദ്ര പ്രധാനെ ഈ വകുപ്പിൽ നിന്ന് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമായിരിക്കുമോ? സാധ്യതകൾ എന്താണ് നമ്മൾ കാണുന്നത്? പ്രതീക്ഷ എന്താണ് സാധ്യത എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ സർക്കാരുമായി സംസാരിച്ചിരുന്ന കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുമായി ഞാൻ ഇന്ന് രാവിലെയും സംസാരിച്ചിരുന്നപ്പോൾ അവർ ഈ കേന്ദ്ര സർക്കാർ, അതായത് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിപക്ഷ നിരയിലുള്ള MP-മാരോടൊക്കെ പറഞ്ഞിരുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, അത് രാഷ്ട്രീയ ആവശ്യമാണ്. അതുപോലെ തന്നെ അതിലൊരു വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് വലിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടാം. അതുകൊണ്ട് അതൊഴികെയുള്ള മറ്റെന്ത് കാര്യങ്ങളിലും പാർലമെന്റിൽ ചർച്ച ചെയ്യാം, കോമ്പൻസേഷൻ കൊടുക്കാം, അതല്ല എങ്കിൽ ഈ FIR-കൾ റദ്ദാക്കാം, തുടങ്ങിയ എന്ത് ആവശ്യങ്ങളും മറ്റു മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാമെന്നൊരു നിലപാടായിരുന്നു പ്രതിപക്ഷ പാർട്ടികളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ CJP നേതാക്കൾ ഈ ചർച്ചകൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് നാളെ ഉച്ചവരെ സമയം സർക്കാർ തേടിയിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് ഒരു തീരുമാനം അറിയിക്കാമെന്നതാണ്. അത് തീരുമാനം അനുകൂലമാകാം, പ്രതികൂലമാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ വളരെ വിശദമായ ഗൗരവ തലത്തിലുള്ള ഒരു ചർച്ച ഈ സർക്കാർ തലത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്നതാണ് ഈ CJP നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ നാളെ രാജിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നാളെ വൈകിട്ടോടു കൂടി തന്നെ ഈ സമരം അവസാനിക്കുന്നതായിരിക്കും. കാരണം പ്രതിപക്ഷത്തിനും പിന്നെ അക്കാര്യത്തിൽ വേറെ ഒരു നിലപാട് ഉണ്ടാകുന്നതായിരിക്കില്ല. പക്ഷേ അത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് സർക്കാർ പോകുമോ ഇല്ലയോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം.